സച്ചേട്ടാ, ഒരു സന്തോഷ വാർത്തയുണ്ട് സച്ചേട്ടാ. എന്താ രേവതി? സച്ചേട്ടാ, നമ്മുടെ വർഷ പ്രഗ്നന്റ് ആണ് സച്ചേട്ടാ. ഏ, സത്യോ? എന്നിട്ട് എന്താ അവര് നമ്മളോട് പറയാതിരുന്നു? സച്ചേട്ടാ, ഞാൻ ഇന്നേ പൂ കൊടുക്കാൻ ഡോക്ടറുടെ വീട്ടിൽ പോയായിരുന്നേ. അപ്പൊ ഡോക്ടറാ പറഞ്ഞത് സച്ചേട്ടാ, വർഷ വയ്യാതെ ആയിട്ട് അന്ന് ഫുഡ് പോയ്സൺ ആന്ന് പറഞ്ഞിട്ട് പോയില്ലേ. അപ്പൊ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞതെന്ന്. എന്നിട്ട് എന്താ അവര് നമ്മളോട് പറയുന്ന രേവതി? എന്തെങ്കിലും കാരണം കാണും സച്ചേട്ടാ. ഞാൻ ഈ സന്തോഷ വാർത്ത എല്ലാവരും അറിയിക്കാൻ എനിക്ക് തിരക്കായി. ഞാൻ വീട്ടിൽ പോവാ. സച്ചേട്ടൻ വേഗം വായോട്ടോ. ഞാൻ എന്താ വരുന്ന രേവതി. കൂട്ടുകാരെ, വർഷ ഗർഭിണിയാണെന്നുള്ള സത്യം, നടുക്കുന്ന സത്യം ചന്ദ്രോദയത്തിൻ്റെ എല്ലാവരും അറിയുന്ന ദിവസമാണെന്ന്, എല്ലാവരും അറിയുന്ന എപ്പിസോഡാണെന്ന്. അപ്പം ഇന്നത്തെ ചെമ്പനീർപ്പൂവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ശ്രുതിനെ കാണാൻ ഫുഡും കൊണ്ട് പോയപ്പോൾ ശ്രുതി ശ്രദ്ധിക്കണേ ഇല്ല. കുറേ വഴക്ക് പറഞ്ഞ ശ്രുതിനെ പറഞ്ഞു വിട്ടു. ശ്രുതി കരഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ശ്രുതി എന്താ വിചാരിക്കുന്നറിയോ? ദൈവമേ, സ്വാമി തന്ന ചരട് ഫലിച്ചില്ലേ? എന്തുകൊണ്ടാണ് ശ്രുതിക്ക് എന്നോട് ഇഷ്ടം ഉണ്ടാവാത്തത്? എന്തുകൊണ്ടാണ് ശ്രുതി അമ്മയെ വെറുക്കാത്തത്? ആ ചരട് കള്ളച്ചരടാവോ? ആ സ്വാമി ഞാനൊന്ന് കാണട്ടെ, കള്ള സ്വാമി എന്നിങ്ങനെ വിചാരിച്ചിട്ടാണ് ശ്രുതി ഫുഡും കൊണ്ട് തിരിച്ചു പോകുന്നത്. അപ്പോൾ ശ്രുതി ഇങ്ങനെ അവള് പോണത് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഡോക്ടറുടെ വീട്ടിൽ പൂ കൊടുക്കാണ്ടെന്ന് പറഞ്ഞല്ലോ രേവതി പൂ കൊടുക്കാൻ വേണ്ടി ഡോക്ടറുടെ വീട്ടിൽ പോവാണ്. അപ്പോൾ ഡോക്ടറുടെ ഭാര്യ വന്നിട്ട് പൂ വരിക. രേവതി, എല്ലാ പൂവില്ലേ? ഉണ്ട് ചേച്ചി, എല്ലാ പൂവുണ്ട്. എനിക്കറിയാലോ പൂജയ്ക്ക് ഏതൊക്കെ തരം പൂവാ വേണ്ടെന്ന്, അതുകൊണ്ട് ഞാൻ എല്ലാം കരുതിയിട്ടുണ്ട്. ഒരു പേടിയും മേടിക്കേണ്ടത് അകത്തുകൊണ്ട് വെച്ചോളൂ പറയാണ്. അപ്പോഴേക്കും ഡോക്ടർ വരികയാണ്. ഡോക്ടർ വന്നിട്ട് ഭാര്യയോട് പറയണം ഞാൻ ഇറങ്ങുകയാണ്. പറയുമ്പോൾ രേവതി കാണുമ്പോൾ, രേവതി എന്താ വിശേഷം? സുഖമല്ലേ? സുഖാണ് സാർ എന്നൊക്കെ പറയാണ്. അപ്പോൾ ചോദിക്കണം, ശ്രീകാന്തിൻ്റെ വൈഫിന് സുഖമല്ലേ? അവൾക്ക് സുഖമാണല്ലോ. അതെന്താ സാർ ഇപ്പോൾ പ്രത്യേകിച്ച് ചോദിക്കാൻ കാരണം? അവൾക്കൊരു കുഴപ്പമില്ലല്ലോ. അല്ല, അവൾ പ്രഗ്നൻ്റ് അല്ലേ? പ്രഗ്നൻ്റോ? ആര്? ശ്രീകാന്തിൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണല്ലോ. അതെങ്ങനെ സാർ അറിഞ്ഞു? 2 ദിവസം മുമ്പ് ആ കുട്ടി എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. എന്താ ഫുഡ് പോയ്സൺ ആണെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. ചെക്ക് ചെയ്തപ്പോഴാണ് പ്രഗ്നൻ്റ് ആണെന്ന് മനസ്സിലായത്. ഞാൻ അപ്പം തന്നെ ആ കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ എന്ന് പറയാണ്. ഡോക്ടർ ഇത് കേൾക്കുമ്പോൾ രേവതി ഇങ്ങനെ ആകെ സന്തോഷം കൊണ്ട് ഇങ്ങനെ തുളുമ്പി നിൽക്കുകയാണ്. അപ്പോൾ ഡോക്ടർ ചോദിക്കണം, നിങ്ങൾ രണ്ടുപേരും ഒരു വീട്ടിലല്ലേ? എന്നിട്ട് രേവതി ഇത് അറിഞ്ഞില്ലേ? ഒരു വീട്ടിലെന്നെ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല സാർ. അറിയില്ല അവൾ എന്താ പറയുന്നത്, നമ്മൾ ചിലപ്പോൾ സർപ്രൈസായി വെച്ചതാവും. എന്നാൽ ശരി സാർ, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. ശരി രേവതി പറഞ്ഞിട്ട്, ശരി സാർ പറയണം. അപ്പം മാഡം പറയാണ്, രേവതി അകത്തേക്ക് കയറിയിരിക്കും, ഞാൻ പൈസ എടുത്തിട്ട്. അയ്യോ വേണ്ട മാഡം, ഞാൻ ഇവിടെ നിന്നോളാന്ന് പറയണം. അങ്ങനെ രേവതി പൈസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അങ്ങനെ ആലോചിക്കണം, അയ്യോ ശ്രീകാന്ത് വർഷി അച്ഛനും അമ്മയും പോവാണോ? എൻ്റെ ദൈവമേ, എനിക്ക് സന്തോഷമായിട്ട് വയ്യ. എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് രേവതി ശ്രീകാന്തിനും വർഷയ്ക്കും കുട്ടി ഉണ്ടാവണ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഭാവനയിൽ കാണുകയാണ്. എന്നിട്ട് പൈസ മേടിച്ചിറങ്ങിയ രേവതി സച്ചിനെ വിളിക്കുകയാണ്. ഈ സമയത്ത് സച്ചി ഇങ്ങനെ സങ്കടമായിട്ട് വരികയാണ്. സച്ചി വന്നിട്ട് ചോദിക്കണം, ഈച്ചെ നീ നിൻ്റെ പെണ്ണിനോട് കാര്യങ്ങൾ പറഞ്ഞു നോക്കുമ്പോൾ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ, എങ്ങനെയാണ് പെണ്ണിനോട് കാര്യങ്ങൾ പറയണമെന്നും എങ്ങനെ അവളെ വളയ്ക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ സച്ചി ഈച്ചയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഈച്ചയ്ക്ക് ഇങ്ങനെ ഭയങ്കര സന്തോഷമാവാണ്. ആ സമയത്താണ് രേവതി വിളിക്കുന്നത്. രേവതി വിളിക്കുമ്പോൾ സച്ചി ചോദിക്കും, എന്താ രേവതി ചോദിക്കുമ്പോൾ പറയണം, സച്ചേട്ടാ ഒരു സന്തോഷ വാർത്തയുണ്ട് സച്ചേട്ടാ. എന്താ രേവതി ചോദിക്കുമ്പോൾ, നമ്മുടെ വർഷ പ്രഗ്നൻ്റ് ആണ് സച്ചേട്ടാ. പറഞ്ഞേ, വർഷം അതെ സച്ചേട്ടാ. എന്നിട്ട് അവൾ നമ്മളോട് പറഞ്ഞില്ലല്ലോ, ശ്രീകാന്തും പറഞ്ഞില്ലല്ലോ. ശരിയാവും, 2 ദിവസം മുമ്പ് അവൾക്ക് ഫുഡ് പോയ്സൺ ഉണ്ടായില്ലേ, അപ്പോൾ ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് സത്യം അറിഞ്ഞെന്ന്. ചിലപ്പോൾ അവർ വേറെ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടാവും, അതാവും പറയാതിരുന്നു. ഞാനേ ഈ സന്തോഷ വാർത്ത വീട്ടിൽ അറിയിക്കണ്ടേ നമുക്ക്, ഞാൻ വീട്ടിൽ പോവാ, സച്ചിട്ട് വേഗം വാന്ന് പറയണം. അപ്പോൾ സച്ചി പറയണം, ശരി രേവതി പൊക്കോ, ഞാൻ വേഗം വരാമെന്ന് പറയണം. അങ്ങനെ സച്ചി കാർ എടുത്തിട്ട് വീട്ടിലേക്ക് പോകാൻ റെഡി ആവണം. രേവതി സ്കൂട്ടി എടുത്തിട്ട് പോകണം. ഈ സമയത്ത് രേവതിയുടെ അനിയത്തി ദേവു ഹെൽമെറ്റ് ഇല്ലാണ്ട് സ്കൂട്ടി ഓടിച്ചിട്ട് വരികയാണ്. അപ്പോൾ ഹൈവേ പോലീസിൻ്റെ തടയാണ്. അത് വേറെ ആരുമല്ല, ദേവു പ്രണയിക്കുന്ന ദേവുവിൻ്റെ കാമുകനായ അരുണാണ്. അപ്പോൾ തടയുമ്പോൾ പറയും, അതെ ഇതിൽ ബന്ധു സ്വന്തമൊന്നുമില്ല, നിന്നോട് ആരും ഹെൽമെറ്റ് ഇല്ലാണ്ട് വണ്ടി ഓടിക്കാൻ പറഞ്ഞത് ആരുടെ വണ്ടി ചോദിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരുടെയാണ്. അവൾ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി ഓടിച്ചു നോക്കിയത്. അപ്പോൾ ഹെൽമെറ്റ് എടുത്തില്ല. വണ്ടി മേടിക്കുകയാണെങ്കിൽ ഹെൽമെറ്റ് മേടിക്കാമല്ലോ എന്ന് വിചാരിച്ചു പറയാണ്. അതൊക്കെ ആയിക്കോട്ടെ, പക്ഷെ ഒരു കാര്യമുണ്ട്, ഹെൽമെറ്റ് ഇല്ലാണ്ട് പറ്റില്ല, നീ ഇപ്പോൾ ഫൈൻ അടക്കി പറയണം. ഞാൻ അടച്ചോളാം എന്ന് പറയണം. എന്താ നിൻ്റെ പൈസ ഇല്ലെങ്കിൽ ഞാൻ തരാൻ പറയുമ്പോൾ, വേണ്ട ഞാൻ അടച്ചോളാം പറഞ്ഞിട്ട് അങ്ങനെ ദേവു പൈസ അടയ്ക്കാൻ പോവാണ്. എന്നിട്ട് പൈസ അടയ്ക്കുമ്പോൾ ഇങ്ങനെ ആളേനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ അവന് ചിരി വരുന്നുണ്ട് കേട്ടോ പോലീസ് ഓഫീസർക്ക്. അത് കഴിഞ്ഞ് ദേവു പൈസ ഒക്കെ വണ്ടി കൊണ്ട് പോയി കഴിഞ്ഞ സമയത്ത് രേവതി വണ്ടി കൊണ്ടുവരണം. രേവതി വണ്ടി കൊണ്ടുവരുമ്പോൾ രേവതി ഇങ്ങനെ വർഷയുടെ കുഞ്ഞിനെയും ശ്രീകാന്തിനെയും വർഷയും കുഞ്ഞിനെയൊക്കെ ഒരുമിച്ച് സ്വപ്നം കണ്ട് സ്വപ്നലോകത്താണ് വണ്ടി ഓടിച്ചിട്ട് വരുന്നത്. പോലീസുകാർ കൈ കാണിക്കുന്നുണ്ട്. രേവതി ഹെൽമെറ്റൊന്നും വെച്ചിട്ടില്ല. പോലീസുകാർ കൈ കാണിക്കുന്നുണ്ട്. പക്ഷെ രേവതി വണ്ടി നിർത്തുന്നില്ല. അപ്പോൾ അവർ പറയണ, അതേ ആ പെണ്ണ് വണ്ടി നിർത്തിയില്ലേ സാർ, നമുക്ക് പിന്നാലെ പോയി പിടിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ പോലീസുകാരൻ പറയണേ, വേണ്ട വിട്ടേക്ക്, അതെന്ത് സ്വപ്നലോകത്തിലാണ് അപ്പം സഞ്ചരിക്കണത് എന്നൊക്കെ പറയാണ് അരുൺ. അപ്പം ഇങ്ങനെ രേവതി അങ്ങനെ വണ്ടി ഓടിച്ച് വന്നിട്ട് ചന്ദ്രോദയത്തിൽ കയറാൻ അതിൻ്റെ തൊട്ട് പിറകെ സച്ചി കാർ കൊണ്ടുവരികയാണ്. അങ്ങനെ വന്നിട്ട്
നമുക്കിത് വീട്ടിലറിയിക്കണ്ടേ? അറിയിക്കണം. ശ്രീകാന്ത് ഉണ്ട് തോന്നുന്നു, നമുക്ക് കയ്യോടെ അവന് പൊക്കണം, വാ രേവതി പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി അങ്ങനെ അകത്തേക്ക് കയറാണ്. അകത്തേക്ക് കയറിയിട്ട് ചന്ദ്രമതി ഇരിക്കേണ്ട അവിടെ. അപ്പം അകത്ത് കയറി ഉടനെ അമ്മ ഇവിടെ ഉണ്ടോ? അച്ഛാ, ശ്രീകാന്തേ, സുധി, എല്ലാവരും വാന്ന് പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ ആവേശത്തോടുകൂടി വിളിച്ചു പോവാണ്. അപ്പം എന്താണ് അത്ര സന്തോഷം ചോദിക്കുകയാണ് രവീന്ദ്രൻ. സന്തോഷമുള്ള കാര്യം ഉണ്ട് അച്ഛാ, സന്തോഷമുള്ള കാര്യം വരുമ്പോൾ നമ്മൾ സന്തോഷിക്കണ്ടേ? ശ്രീകാന്ത് എവിടെ? അവനും കൂടി ഇങ്ങോട്ട് വരട്ടെ എന്ന് പറയണം. അപ്പോൾ ശ്രീകാന്ത് ഇതൊന്നും അറിയാതെ കൊണി ഇറങ്ങി വരികയാണ്. കൊണി ഇറങ്ങി, കൊച്ചു കള്ള, നീ ഇതെല്ലാം ഞങ്ങളുടെ അടുത്ത് നിന്ന് മറച്ചു വെച്ചു അല്ലേ? എല്ലാ പണി ഒപ്പിച്ചിട്ട് വയ്ക്കുമ്പോൾ എന്താ സച്ചേട്ടാ ചോദിക്കാണ്. അപ്പോൾ രേവതി പറയണം, നീയും വർഷയും കൂടി ഒളിച്ചതൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചു എന്ന് പറയണേ. എന്താ ഇടത്തി, ഞങ്ങൾ എന്താ ഒളിച്ചത്? ഇനി നീ ഉരുണ്ട് കളിക്കാൻ നോക്കണ്ട, ഒരു ഉരുണ്ട് കളിയില്ല, കാര്യം പറയാടത്തി, എന്താ കാര്യം എന്ന് പറയാണ്. അപ്പം നിനക്കൊന്നും അറിയില്ലല്ലോടാ കള്ള, നിന്നെ ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ശ്രീകാന്തിനെ ഇട്ട് ഓടിക്കുകയാണ്. അപ്പോൾ ചന്ദ്രമതി പറയും, എന്താ കാര്യം എന്ന് പറയടാ. അപ്പോൾ രവീന്ദ്രൻ പറയാണ്, അവൻ സത്യം ചെയ്തൂല, അവൻ അറിയില്ലാന്ന്. സച്ചി, നീ കാര്യം എന്താന്ന് പറയാണ്. അപ്പോൾ സച്ചി പറയണം, അച്ഛാ, അച്ഛന് കേൾക്കണം, ഇവനൊരു അച്ഛനാവാൻ പോവാ അച്ഛാ. പറയുമ്പോൾ ഞാനോ? ആര് പറഞ്ഞു ഞാൻ അച്ഛനാവാൻ പോവാണെന്ന്? സച്ചിയേട്ടാ, എന്തെന്നോണെയാ നിങ്ങളീ പറയണേ? ഞാനേ അച്ഛനാവാൻ പോവാണെന്നേ. സച്ചിയേട്ട സ്വപ്നം കണ്ടോ എന്ന് ചോദിക്കണം. അപ്പോൾ ശ്രുതി പറയാണ്, സത്യമാണോടാ? എന്നിട്ട് എന്താ നീ ഇത് ഞങ്ങളോട് പറയാഞ്ഞെന്ന് ചോദിക്കണം. അപ്പോൾ ശ്രീകാന്ത് പറയണം, അതിന് ഞാൻ തന്നെ അറിഞ്ഞിട്ടില്ല എന്ന് പറയണം. സച്ചി പറയും, അപ്പോൾ എടാ നുണ പറയണ്ട കേട്ടോ, നീ വെറുതെ നുണ പറഞ്ഞ് തെളിഞ്ഞേക്കാൻ പറയണ്ട, സത്യമായിട്ട് സച്ചിയായിട്ട് ഞാൻ ഇത് അറിഞ്ഞിട്ടില്ല പറയുമ്പോൾ, ഏടത്തി പറഞ്ഞത് സത്യമാണോ? വർഷ പ്രഗ്നൻ്റ് ആണോ? ഇതെങ്ങനെ ഏടത്തി അറിഞ്ഞു ചോദിക്കണം ശ്രീകാന്ത്. അതേ, ഞാൻ പൂ കൊടുക്കാൻ പറഞ്ഞ ഡോക്ടറെ അടുത്ത് 2 ദിവസം മുമ്പ് ഫുഡ് പോയ്സൻ്റെ സമയത്ത് വർഷ പോയിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ ശ്രീകാന്തിനോട് സച്ചി ചോദിക്കും, അപ്പം നീ പോയില്ലടാ വർഷയുടെ കൂടെ ചോദിക്കുമ്പോൾ ശ്രുതി ചോദിക്കും, നീ അവളുടെ കൂടെ പോയതല്ലേ, അപ്പം നീ അറിഞ്ഞില്ലേക്കുമ്പോൾ, ഇല്ല ഞാൻ ഉള്ളിൽ കയറിയില്ല, ഞാൻ പുറത്ത് നിന്നുള്ളൂ, പക്ഷെ വർഷം ഇത് എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് പറയണം. അപ്പോൾ രവീന്ദ്രൻ പറയണം, എന്തായാലും പണി പറ്റിച്ചല്ലേ എന്ന് ചോദിക്കണം. അപ്പോൾ ചന്ദ്രമതി പറയണം, ശരി, വർഷ ഗർഭിണിയാണെങ്കിൽ ഇത് ആദ്യം പറയേണ്ടത് നിന്നോടല്ലടാ ശ്രീകാന്തെ, എന്താ അവൾ നിന്നോട് പറയാഞ്ഞ്? നിന്നോട് മാത്രമല്ല, ഈ വീട്ടിൽ ഒരാളോട് അവൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ അവളുടെ ഉദ്ദേശം എന്തായിരിക്കും? എന്തുകൊണ്ട് അവൾ ഇത് നമ്മളിൽ നിന്നെല്ലാം മറച്ചു വെച്ചു എന്ന് ചോദിച്ചിട്ട് ചന്ദ്രമതി അതിനെ സീരിയസ് ആയിട്ട് ചോദ്യം ചെയ്യണം. ചോദ്യം ചെയ്യുമ്പോൾ രവീന്ദ്രൻ പറയണം, അതൊക്കെ പോട്ടെ ചന്ദ്ര, എന്തെങ്കിലും കാര്യം ഉണ്ടാവും, ഞാൻ എന്തായാലും എൻ്റെ മോനൊരു സമ്മാനം കൊടുക്കട്ടെ ഈ കള്ളനെന്ന് പറഞ്ഞിട്ട് രവീന്ദ്രനും പോയിട്ട് മോനെ പോയി കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണം. ഇത് കാണുമ്പോൾ സച്ചി എനിക്കും കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് സച്ചിയും പോയിട്ട് ശ്രീകാന്തിനെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുക്കണം. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ സങ്കടപ്പെട്ടിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട്. വേറെ ആരുള്ള നമ്മുടെ ശ്രുതിയാണ്. കാരണം ശ്രുതി വിചാരിച്ച ശ്രുതിക്കാണ് ഏറ്റവും ഫസ്റ്റ് കുഞ്ഞുണ്ടാവുമെന്നാണല്ലോ. പക്ഷെ ഇപ്പോൾ വർഷയാണല്ലോ പ്രഗ്നൻ്റ് ആയിക്കണം. അപ്പം അതിൻ്റെ സങ്കടത്തിൽ ഇങ്ങനെ നിരാശയോടുകൂടി നിൽക്കേണ്ട ശ്രുതി. അങ്ങനെ വർഷ ഒളിപ്പിച്ച കാര്യം, മറച്ചു വെച്ച കാര്യം എല്ലാവരിൽ നിന്നും ഒളിപ്പിച്ച് അബോർഷന് വേണ്ടി നടക്കുകയാണ്. പക്ഷെ വർഷ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. വർഷയ്ക്ക് ഡബിങ് സ്റ്റുഡിയോയിൽ പോയിട്ട് ഡബ് ചെയ്യാൻ പറ്റുന്നില്ല, ഡയലോഗ് പറയുമ്പോൾ വർഷയ്ക്കാകെ തെറ്റാണ്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, റെക്കോർഡ് ചെയ്യണ സാർ ചോദിക്കുന്നുണ്ട്, എന്താ വർഷ എന്താ പറ്റിയിരിക്കുമ്പോൾ, എനിക്കിന്ന് പറ്റുന്നില്ല സാർ, എന്നെ കൊണ്ട് കഴിയണില്ല, ഇതിപ്പോൾ അർജൻറ്റില്ലല്ലോ, ഞാൻ നാളെ വന്ന് ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് വർഷ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. വർഷയുടെ മനസ്സ് ആകെ ഡിസ്റ്റർബാണ്. പക്ഷെ ഇതൊന്നും അറിയാതെ ചന്ദ്രോദയത്തിൽ വർഷ ഗർഭിണിയാന്നുള്ള ആഘോഷത്തിലേക്ക് ഇതാവുകയാണ്, കുതിക്കുകയാണ്. ഇനി വർഷ വീട്ടിൽ വരുമ്പോൾ ഇതെല്ലാവരും അറിയുമ്പോൾ അവളുടെ റെസ്പോൺസ് എന്താവുമെന്ന് നമുക്കറിയില്ല. നമുക്കത് കാത്തിരുന്ന് കാണാം. അടിച്ചിട്ടും ഉമ്മ വെച്ചിട്ടും സന്തോഷം അടക്കാനാവാതെയാണ് ചന്ദ്രോദയം കുടുംബം ഇരിക്കുന്നത്. ഓരോരുത്തരും ശ്രീകാന്തിനെ കെട്ടിപ്പിടിക്കുന്ന ഉമ്മ വയ്ക്കണം. അവരൊരു പുതിയ ലോകത്തിലേക്ക് കടന്ന പോലെയാണ്. വർഷ ഒരു അമ്മയാകാൻ പോകുന്നു എന്നുള്ളതിൻ്റെ വളരെ 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 സന്തോഷകരമായൊരു നിമിഷമാണ്. പക്ഷേ ഇതൊന്നും അറിയാതെ വർഷ അബോർഷന് വേണ്ടിയിട്ട് ശ്രമിക്കുകയല്ലേ. സ്വന്തം വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് വർഷ. എന്നിട്ട് എല്ലാവരും ശ്രീകാന്തിനെ കെട്ടിപ്പിടിക്കണം, ഉമ്മ വയ്ക്കണം ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് എന്താ ഗംഭീരമാക്കണം, ഇന്ന് നമുക്ക് സന്തോഷമുള്ള ദിവസമാണ്, നമുക്ക് സന്തോഷമായിട്ട് തന്നെ നമുക്കിത് ആഘോഷിക്കണം എന്നൊക്കെ പറയാണ് രേവതിയും ചന്ദ്രമതിയും എല്ലാവരും കൂടിയിട്ട്. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ ശ്രുതിക്ക് ഇതൊന്നും വലിയ ഇഷ്ടമാണല്ലോ. ശ്രുതിയുടെ മനസ്സാകെ വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രുതിയുടെ മുഖത്തെ വിഷമം ചന്ദ്രമതിക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ രാത്രിയായി. വർഷ വന്നു കഴിഞ്ഞിട്ട് അകത്തേക്ക് മുറ്റത്ത് നിൽക്കുമ്പോൾ തന്നെ ലൈറ്റൊന്നുമില്ല, ആകെ കൂരാക്കി ഉരുട്ടാണ്. അപ്പോൾ വർഷ അങ്ങനെ വിചാരിക്കണം, ദൈവമേ ഇതെന്താ ഇവിടെ ലൈറ്റ് ഇല്ലേ, ഇപ്പം ഇവിടെ മാത്രം കറണ്ട് പോയോ, അതോ ഫ്യൂസ് അടിച്ചു പോയോ, ഇതെന്താ ഇവിടെ മാത്രം ലൈറ്റ് ഇല്ലാത്തതെന്നിങ്ങനെ വിചാരിക്കുകയാണ് വർഷ. എന്നിട്ട് വർഷ അങ്ങനെ ഇരുട്ടത്ത് വന്നിട്ട് വാതിൽ തുറന്നപ്പോൾ വീട് മുഴുവൻ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഡെക്കറേറ്റ് ചെയ്ത് വെച്ച് കാണുമ്പോൾ വർഷയ്ക്ക് മനസ്സിലാവില്ല എന്താന്ന്. പെട്ടെന്ന് ലൈറ്റ് ഇട്ടു. എല്ലാവരും കൂടി വന്നിട്ട് വർഷയോട് കൺഗ്രാറ്റ്സ് വർഷ എന്ന് പറയാണ്. അപ്പോൾ വർഷ കൺഗ്രാറ്റ്സോ, ഇത് എന്തപ്പം ഇന്ന് ഇങ്ങനെയൊക്കെ, ഇതെന്താ ഇവിടെ വിശേഷം, ഞാനറിയാതെ എന്തെങ്കിലും വിശേഷം ഉണ്ട് ഇവിടെ, ഗംഭീരമായിട്ടുണ്ടല്ലോ ഒരുക്കങ്ങളൊക്കെ, എന്തിനാ എന്നോട് കൺഗ്രാറ്റ്സ് പറയണമെന്നൊക്കെ ചോദിച്ചിട്ട് വർഷ ഒന്നും അറിയാത്ത ഭാഗത്തിൽ ചോദിക്കുകയാണ്. മതി നീ ഒളിക്കണ്ട, ഞങ്ങളെല്ലാം അറിഞ്ഞു, നിനക്ക് മാത്രമല്ല വർഷ കൺഗ്രാറ്റ്സ്, രണ്ടാൾക്കും കൂട്ടിയിട്ട് വരുമ്പോൾ രണ്ടാൾക്കും അതേ ഒരാൾ. അപ്പോൾ രവീന്ദ്രൻ പറയും, ഒരാൾ വരണമെന്നുണ്ടെങ്കിൽ മോളെ കുറച്ച് മാസങ്ങൾ വെയിറ്റ് ചെയ്യണ്ടേ,
അപ്പം നിങ്ങൾക്കൊരു സർപ്രൈസ് ഒരുക്കിയതാണ് ഞാൻ. അപ്പോൾ വർഷയ്ക്കും ശ്രീകാന്തിനും കൺഗ്രാറ്റ്സ് പറയണം. അപ്പോൾ വർഷയ്ക്ക് ഏകദേശം മനസ്സിലായി അവൾ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം വീട്ടുകാർ അറിഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ രേവതി പറയാണ് എന്തായാലും ഞങ്ങൾക്ക് സന്തോഷമായി കേട്ടോ, ഒരുപാട് സന്തോഷമായി. ഞാൻ പൂവിക്കാൻ പോണ വീട്ടിലത്തെ ഡോക്ടറാണ് പറഞ്ഞത് വർഷ പ്രഗ്നൻ്റ് ആണെന്ന്. എന്താ നീ ഞങ്ങളോടൊന്നും പറയാഞ്ഞേ, നീ എന്തിനാ അത് ഒളിപ്പിച്ച് വെച്ചേന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ വർഷം ഇങ്ങനെ ആകെ വെള്ളറി വെളുത്ത് നിൽക്കുകയാണ്. ഇനി വർഷയുടെ പ്ലാനിങ് ഒന്നും നടക്കില്ല. വർഷം ഇങ്ങനെ ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ ചന്ദ്രമതി ചോദിക്കും എന്തുകൊണ്ട് നീ ഇത് ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ചു, നീ എന്തിനാ ഈ വിവരം ഞങ്ങളോട് പറയാതിരുന്നതെന്നൊക്കെ ചോദിക്കണം. അപ്പോൾ ശ്രീകാന്ത് പറയണ വർഷയെ എനിക്ക് സന്തോഷം എടുക്കാൻ വയ്യ വർഷയെ, നമ്മളെ അച്ഛനും അമ്മയാവാൻ പോവാല്ലേ എന്നിട്ട് വർഷേനെടുത്ത് പൊക്കി ശ്രീകാന്ത് വട്ടം കറക്കാൻ. ശ്രീകാന്ത് എന്നെ നിലത്തിറക്കുക എന്നൊക്കെ പറയണ വർഷം. അപ്പോൾ രേവതി പറയണ ഇനി നിന്നെ നിലത്തിറക്കാനൊന്നും ഞങ്ങൾ ഉദ്ദേശിച്ചില്ല, നിന്നെ ഞങ്ങൾ തലയിൽ കൊണ്ടു നടക്കും, ഞങ്ങൾ അങ്ങനെ നോക്കും നിന്നെ എന്നൊക്കെ പറയണ സന്തോഷത്തോടുകൂടി രേവതി സച്ചി എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ വർഷയോട് ചോദിക്കും ചന്ദ്രമതി നീ എന്താ പറയാതിരുന്ന് ചോദിക്കുമ്പോൾ വർഷ പറയും അത് ഞാനൊരു സർപ്രൈസ് ആയിട്ട് പറയാമെന്ന് വിചാരിച്ചു, എൻ്റെ ബർത്ത്ഡേ അല്ലേ വരാൻ പോകണം, അപ്പോൾ ബർത്ത്ഡേയുടെ അന്ന് അമ്മയും അച്ഛനും അച്ഛമ്മയും എല്ലാവരും വന്നിട്ട് അപ്പോൾ സർപ്രൈസായിട്ട് പൊട്ടിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് എന്നൊക്കെ പറയാണ് വർഷ. പക്ഷെ വർഷ പറഞ്ഞത് കള്ളാണെന്ന് ശ്രീകാന്തിന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ശ്രീകാന്ത് എന്തായാലും അതൊന്നും പുറത്ത് കാണിക്കുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും വർഷേനെ അഭിനന്ദിച്ചു. രേവതി പറഞ്ഞു ഞാൻ മധുരം എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട് മധുരം എടുത്തിട്ട് വന്നു. എല്ലാവരും വർഷയ്ക്ക് മധുരമൊക്കെ കൊടുത്തു. അങ്ങനെ വർഷ അകത്തേക്ക് പോവാണ്. സങ്കടം കൊണ്ടാണ് വർഷ അകത്തേക്ക് പോകുന്നത്. അപ്പോൾ ചന്ദ്രമതി എല്ലാവരും ചോദിക്കും എന്തിനാ വർഷയുടെ കണ്ണ് നനയ്ക്കണം, എന്തിനാ വർഷ കരയണം നോക്കുമ്പോൾ രവീന്ദ്രൻ പറയും അതെന്താന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ, സന്തോഷം കൊണ്ടാ മക്കളെ, സന്തോഷം കൊണ്ട് വർഷയുടെ കണ്ണ് നിറഞ്ഞേക്കണം എന്നൊക്കെ പറയണം. പക്ഷെ ശ്രീകാന്തിന് മനസ്സിലാവും അതുകൊണ്ടല്ല. അപ്പോൾ ശ്രീകാന്തിനോട് രവീന്ദ്രൻ പറയണ മോനെ നീ എപ്പോഴും വർഷയുടെ കൂടെ വേണം, ഇനി പണ്ടത്തെ പോലെ കളിയും ചിരിയല്ല വഴക്കൊന്നും പാടില്ല, നിങ്ങളെപ്പോഴും സന്തോഷമായിട്ടിരിക്കണം, നീ എപ്പോഴും അവളുടെ കൂടെ വേണം, അവൾക്ക് ഒരു കുറവും വരുത്തരുത് എന്നൊക്കെ പറയണ രവീന്ദ്രൻ. അപ്പോൾ ചന്ദ്രമതിയും പറയും ഇനി പണ്ടത്തെ പോലെ കുട്ടിക്കളിയൊന്നല്ല, ഇനിയൊക്കെ കുറച്ച് മെച്ചോർഡാവണം, നീ ഒരു അമ്മയാവാൻ പോകാന്നൊക്കെ വർഷയോട് ഓൾറെഡി പറയുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് പറയും ശരി അച്ഛാ ഞാൻ ശ്രദ്ധിച്ചോളാം, ഞാനൊന്ന് അവളുടെ അടുത്തേക്ക് പോട്ടെ. അവൻ്റെ ശ്രീകാന്ത് അങ്ങനെ റൂമിലേക്ക് പോവാണ്. റൂമിൽ പോയി വർഷ അവിടെ ഇരുന്ന് കരയണം. അപ്പോൾ ശ്രീകാന്ത് പറയാണ് വർഷ നീ എന്തിനാ കരയണേ, നമ്മൾ സന്തോഷിക്കേണ്ട സമയമല്ല, അങ്ങനെ നമ്മളൊരു അച്ഛനും അമ്മയാവാൻ പോവാല്ലേ വർഷ എന്നൊക്കെ ചോദിക്കുമ്പോൾ വർഷ പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് മാറി നിൽക്കുകയാണ് കരഞ്ഞിട്ട്. അപ്പോൾ പറയും എനിക്ക് മനസ്സിലായി നിനക്ക് എന്തുകൊണ്ടാണ് ഈ കരച്ചിൽ, ഇത് സന്തോഷത്തിൻ്റെ ഒന്നല്ലാന്ന് എനിക്ക് മനസ്സിലായി, നീ എന്തുകൊണ്ടാണ് ഞങ്ങളോട് ആരോടും ഗർഭിണിയാണെന്നുള്ള കാര്യം മറച്ചു വെച്ചതെന്ന് എനിക്ക് മനസ്സിലായി, നീ ഓട്ടോയിൽ വന്നതും അതുപോലെ നീ രാത്രി ഡാൻസ് കളിച്ചതും പപ്പായ ജ്യൂസ് കുടിക്കാൻ നോക്കിയതൊക്കെ എനിക്ക് മനസ്സിലായി. വർഷം എന്തിനാന്ന്, നിനക്ക് എങ്ങനെയാണ് ഈ നമ്മുടെ കുഞ്ഞിനെ നശിപ്പിക്കാൻ കഴിയണത്, നിനക്ക് എങ്ങനെ തോന്നിയടി, ഇത് നമ്മുടെ ജീവനല്ലടി നിൻ്റെ വയറ്റിൽ കിടക്കണത് വർഷം, ഞാൻ എത്ര സന്തോഷത്തിലാണെന്നറിയോ, എൻ്റെയും കൂടി കുഞ്ഞല്ലേ അത്, നിനക്ക് എങ്ങനെ അതിനെ നശിപ്പിക്കാൻ തോന്നി, എനിക്കറിയായിരുന്നു നിനക്ക് സന്തോഷമായിട്ടില്ല എന്ന്, കാരണം നീ പ്രസവിക്കാൻ പേടിയാണ് വേദനയാണെന്നൊക്കെ പറയുമ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നീ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുമ്പോഴെങ്കിലും നിൻ്റെ ചിന്താഗതി മാറുന്നു, നിനക്ക് എങ്ങനെ കഴിയുന്നു വർഷം ഇങ്ങനെ പെരുമാറാൻ എന്നൊക്കെ ചോദിക്കണം. ശ്രീകാന്ത് എനിക്കും ഇല്ല എൻ്റെ കുഞ്ഞിലെ അവകാശം ചോദിക്കുമ്പോൾ വർഷം പറയണം എൻ്റെ കുഞ്ഞിനെ എനിക്ക് ഇഷ്ടമില്ല എന്നാണോ നീ വിചാരിക്കുന്നത് ശ്രീകാന്ത്, എനിക്കിഷ്ടമില്ലാണ്ടിരിക്കുക, പക്ഷേ എനിക്ക് പേടിയും ശ്രീകാന്ത്, ഈ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ടെൻഷൻ അടിച്ച് ചത്തുപോകും, നിനക്കറിയോ ഇതായി എന്നറിഞ്ഞ നിമിഷം മുതൽ ഞാൻ ഉറങ്ങിയിട്ടില്ല, ഭക്ഷണം നേരാവണ്ണം കഴിച്ചിട്ടില്ല, ഞാൻ എന്തുമാത്രം ടെൻഷൻ അടിച്ചിട്ടാ ഇരിക്കണം എന്നറിയോ നിനക്ക്, നമുക്ക് കുഞ്ഞുണ്ടാകാൻ വേറെ എന്തൊക്കെ ഓപ്ഷനുകളുണ്ട് ശ്രീകാന്തെ, നമുക്കൊരു കുഞ്ഞിനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വേറെ എന്തൊക്കെ ഓപ്ഷനുകളുണ്ട്, ഇതെന്നെ കൊണ്ട് പറ്റില്ലേ ശ്രീകാന്ത്, ഈ നിലയ്ക്കാണെന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം, ഞാൻ അധികം താമസിയാതെ നിൻ്റെ അടുത്ത് നിന്ന് പോവും, ഞാൻ മരിച്ചു പോകും ടെൻഷൻ അടിച്ചിട്ട് ശ്രീകാന്ത്, എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറയാണ് വർഷ. അപ്പോൾ ശ്രീകാന്ത് പറയും അതൊക്കെ നിനക്ക് തോന്നലാ വർഷേ, ഒന്നും ഉണ്ടാവില്ല, ഞങ്ങളെല്ലാവരും നിൻ്റെ കൂടെ ഇല്ലേ, നീ ധൈര്യമായിട്ടിരിക്കുക, ഒരു സ്ത്രീക്ക് ഭൂമിയിൽ ഏറ്റവും വലിയ നന്മയാണ് ഒരു അമ്മയാവുക എന്നുള്ളത്, നിനക്കറിയോ അതൊരു വേദന, ഒരു സുഖമുള്ള വേദനയെ വർഷേ, നീ അങ്ങനെ ചിന്തിക്കുക, ഞങ്ങളെല്ലാവരും നിൻ്റെ കൂടെ ഉണ്ട്, നീ ഒരു പേടിയും പേടിക്കണ്ട എന്നൊക്കെ പറയാണ്. പക്ഷെ വർഷയ്ക്ക് എന്ത് പറഞ്ഞിട്ടും വർഷയ്ക്ക് സമാധാനമാവണില്ലേ. ഈ സമയം ഭയങ്കര വിഷമത്തിലാണ് സുധി. ചന്ദ്രമതി വന്നിട്ട് പറയണം നിനക്കും സുധിക്കും കുഞ്ഞുണ്ടാവണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം, ഇനി പച്ചമ്മയുടെ സ്വത്ത് മുഴുവൻ വർഷയ്ക്ക് ശ്രീകാന്തിനും കിട്ടും എന്നൊക്കെ പറയണ ചന്ദ്രമതി സുധിയുടെ. അപ്പോൾ സുധി പറയാണ് എന്താ ചെയ്യാൻ എൻ്റെ കഷ്ടകാലം എന്നൊക്കെ പറയുമ്പോൾ നീ ഒരു കാര്യം നീ ശ്രമിച്ചാൽ നിനക്ക് ഡിവോഴ്സ് കിട്ടും എന്നൊക്കെ പറയണം. അപ്പോൾ സുധി പറയാണ് ചന്ദ്രമതിയുടെ ഞാനിവിടെ അച്ഛമ്മയുടെ സ്വത്ത് പോയ സങ്കടത്തിലിരിക്കുക, അപ്പോഴും അമ്മയ്ക്ക് ഡിവോഴ്സ്, അമ്മ ഒന്നും മിണ്ടാതിരുന്നേ, അല്ലെങ്കിൽ എനിക്ക് കഷ്ടകാലം, എനിക്ക് ഞാൻ നല്ല കാലമൊന്നും ഇല്ല തോന്നുന്നുണ്ട്, അച്ഛമ്മയുടെ സ്വത്ത് എനിക്ക് കിട്ടുമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, നല്ല അമ്മ വർഷ കോടീശ്വരി അല്ലേ, ഇനി എന്തിനാ വർഷയ്ക്ക് അച്ഛമ്മയുടെ സ്വത്തൊക്കെ ചോദിക്കുമ്പോൾ ചന്ദ്രമതി പറയാണ് അച്ഛമ്മയുടെ സ്വത്ത് ഇപ്പൊ വെറുതെ കിട്ടണത് ആരാണെങ്കിലും വേണ്ട പറയോടാ, അവൾക്ക് വെറുതെ കിട്ടണതല്ലേ എന്നൊക്കെ പറയാണ്, എന്തായാലും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സുജി അവിടുന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ചന്ദ്രമതി പറയാണ് നീ എന്തൊക്കെ ചിന്തിച്ചാലും സുധി, ഇനി നീ എന്നെ അവളെയും തമ്മിൽ ഞാൻ വേറെ പിരിപ്പിക്കും, ഇനി എന്തായാലും നിന്റെ ജീവിതത്തിൽ അവൾ ഉണ്ടാവില്ല, ചന്ദ്രമതി ജീവനോട് കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കില്ല എന്നൊക്കെ പറയാണ് കേട്ടോ.
വൈകുന്നേരമായി എല്ലാവരും കൂടി ചന്ദ്രോദയത്തിൽ ഹാളിൽ കൂടി അച്ഛമ്മേനെ വിളിച്ച് വിവരറിയിക്കാനുള്ളതാണ്. അപ്പൊ അച്ഛമ്മേനെ വിളിച്ചു, ഹലോ രവി, ഞാൻ കിടക്കുമ്പോൾ നിന്നെ വിളിക്കാന്ന് വിചാരിച്ചിരിക്കായിരുന്നു. ഇവിടെ പറയുമ്പോൾ രവി പറയണ ഒരു സന്തോഷ വാർത്ത പറയാനാ അമ്മയെ വിളിച്ചപ്പോൾ എന്താടാ ചോദിക്കുമ്പോൾ സച്ചി പറയണ ഞാൻ പറയാ അച്ഛ പറയും. അപ്പൊ രേവതി പറയും ഞാൻ പറയാ അച്ഛ എന്ന് പറയും. അപ്പൊ അന്ന് ശരി ആരാച്ച പറയും പറഞ്ഞിട്ട് രേവതിയുടെ ഫോൺ കൊടുക്കുന്നിട്ട് പറയും രവീന്ദ്രൻ വേണ്ട 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 ഞാൻ തന്നെ പറഞ്ഞോളാം പറഞ്ഞിട്ട് ഫോൺ തിരിച്ചു മേടിക്കണം. അപ്പൊ അച്ഛമ്മ പറയണ ആരെങ്കിലും ഒന്ന് പറയൂ എന്ന് പറയാണ്. അപ്പൊ രവീന്ദ്രൻ പറയണ അമ്മ ഒരു ബെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ബെറ്റ് റെഡിയാക്കി വെച്ചോട്ടോ. അപ്പൊ എന്താടാ ചോദിക്കുമ്പോൾ എന്ത് ബെറ്റ് ചോദിക്കുമ്പോൾ അമ്മേ നമ്മുടെ ശ്രീകാന്തും വർഷി അച്ഛനും അമ്മയും ആവാൻ പോവാ പറയുമ്പോൾ അച്ഛമ്മ അതെയോ ഈശ്വര എനിക്ക് സന്തോഷമായി, എൻ്റെ ആഗ്രഹം എൻ്റെ മക്കളെ നടത്തി തന്നൂല. അമ്മ ബെറ്റ് വെച്ചിട്ട് ഓർമ്മയില്ലേ, ഉണ്ടടാ ഓർമ്മയുണ്ട്, എൻ്റെ കുഞ്ഞുവാവ് ഇങ്ങോട്ട് വരട്ടെ, അവർക്ക് ഞാൻ പറഞ്ഞതൊക്കെ ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കും എന്നൊക്കെ പറയണം. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ സങ്കടം വന്നിരിക്കുകയാണ് ശ്രുതിയും ചന്ദ്രമതിയുടെ മുഖം വലിയ സന്തോഷമൊന്നുമില്ല. അപ്പോൾ സന്തോഷമായിട്ട് അച്ഛമ്മയ്ക്ക് എനിക്ക് സന്തോഷമായി, എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എൻ്റെ മക്കളത് സാധിപ്പിച്ചു തന്നല്ലോ. അവരുടെ മാത്രമല്ല രേവതിയുടെയും സച്ചിയുടെയും അതുപോലെ തന്നെ ശ്രുതിയുടെയും കുട്ടികളെയൊക്കെ കാണണം എനിക്ക് എന്നൊക്കെ പറയാണ് അച്ഛമ്മ. വർഷി ശ്രീകാന്ത് എവിടെയാ മിടുക്കി എവിടെയാന്ന് ചോദിക്കുമ്പോൾ രവീന്ദ്രൻ പറയണം അവർ റൂമിലുണ്ട്, അവരൊന്ന് വിളിച്ചേ ഞാനൊന്ന് അവരോട് സംസാരിക്കട്ടെ പറയണം. അപ്പോൾ രവീന്ദ്രൻ വർഷി ശ്രീകാന്ത് വാ പറയാണ്. എന്നിട്ട് അവർ എന്നിട്ട് ശ്രീകാന്ത് പറയാണ് അച്ഛമ്മോട് ഭയങ്കര സന്തോഷമായി അച്ഛമ്മേ, ഞങ്ങളുടെ വീട് ഇപ്പോൾ വേറൊരു ഓളത്തിലാണ് നിൽക്കണത്, അത് പിന്നെ അങ്ങനെയല്ലേ, ഞങ്ങളിപ്പോൾ വേറൊരു സ്വപ്ന ലോകത്തുള്ള പോലെ നിൽക്കണത് എന്നൊക്കെ പറയാണ് ശ്രീകാന്ത്. പക്ഷെ വർഷം ഒന്നും മിണ്ടണില്ല. അപ്പോൾ വർഷോട് ചോദിക്കും മോളെ നീ എന്താ ഒന്നും മിണ്ടാതിരിക്കും. ഒന്നുമില്ല അച്ഛമ്മേ, എനിക്ക് ഭയങ്കര സന്തോഷമായി, എൻ്റെ ആഗ്രഹം സാധിച്ചുല്ലോ എന്നൊക്കെ പറയുമ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ വർഷയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി അച്ഛമ്മേ എന്നൊക്കെ പറയണം. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ശ്രുതിക്കും ചന്ദ്രമതിക്കൊന്നും സഹിക്കണില്ല. അപ്പം അച്ഛമ്മ പറയാണ് എനിക്ക് എന്തായാലും നിങ്ങളെ കാണണം, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് നാളെ പറയാൻ. അങ്ങനെ അച്ഛമ്മ വരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെച്ചു. അത് കഴിഞ്ഞിട്ട് എന്താ പറയുക ചന്ദ്രമതി പറയാണ് അമ്മ വരുമ്പോൾ നാളെ ഒരു കാരണവശാലും ശ്രുതി ഇവിടുന്ന് പോയ കാര്യം ആരും പറയരുത് പറയണം. അപ്പോൾ രവീന്ദ്രൻ പറയും എനിക്ക് പറ്റില്ല എൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് മറച്ചു വെക്കുക, ഞാനത് പറയും ചന്ദ്രയെ പറയുമ്പോൾ ചന്ദ്രമതി പറയാണ് അത് പറയണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ശ്രുതി എവിടെയാണെന്ന് ചോദിച്ചാൽ എന്താ പറയുക ചോദിക്കുകയാണ്. അപ്പോൾ പറയും അവൾ ബാംഗ്ലൂർ ഒരു കല്യാണത്തിന് മേക്കപ്പ് ഇടാൻ പോയി എന്ന് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ മതി എന്ന് പറയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയണത് എങ്ങനെ ശരിയാവും ചന്ദ്രൻ, ഈ വീട്ടിലത്തെ സന്തോഷം ഇപ്പോഴുള്ള സന്തോഷം പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയണത്, മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി എന്ന് പറയണം. അപ്പോൾ ശരി പറഞ്ഞിട്ട് അങ്ങനെ ചന്ദ്രമതി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. അപ്പോൾ ഇവർ പരസ്പരം രേവതി സച്ചിയൊക്കെ ഇങ്ങനെ നോക്കുക, അവർക്ക് ഭയങ്കര വിഷമമുണ്ട് ശ്രുതിയുടെ കാര്യം വെച്ചിട്ട്. അപ്പോൾ രവീന്ദ്രൻ പറയണ എന്താ ചെയ്യുക, ചന്ദ്ര പറഞ്ഞതും കാര്യമില്ലേ, സന്തോഷം പോവാതിരിക്കാൻ നമ്മൾ എന്തെങ്കിലും പറഞ്ഞല്ലേ പറ്റൂ, അങ്ങനെ തന്നെ ചെയ്യാം, അവൾ പറഞ്ഞ പോലെ തന്നെ നടക്കട്ടെ പറഞ്ഞിട്ട് അങ്ങനെ രവീന്ദ്രനും അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. അപ്പോൾ രേവതി സച്ചി ഇങ്ങനെ അത് ആലോചിക്കുകയാണ് വിഷമത്തോടുകൂടി. അങ്ങനെ ഒരു വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഇന്നത്തെ ചെമ്പന്നിപ്പൂവിൻ്റെ ക്ലൈമാക്സ് വരുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ നിങ്ങളെല്ലാവരും തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.